സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അടൂര്, ഏനാത്തുള്ള അടൂരെന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലാണ്. കിഴക്കുപുറം എന്ന് പറയുന്ന സ്ഥലമാണ് യഥാർത്ഥം. അവിടെ ഒരു പുതിയ വീട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ വീട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു വീടല്ല. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വീടാണ്. അതായത് പാറ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു വീടാണ് എന്ന് പറയുമ്പോൾ ഇത് ചുടുകട്ട കൊണ്ടോ സിമൻറ്റ് കട്ട കൊണ്ടോ അല്ലെ ചെങ്കല്ല് കൊണ്ടോ ഒക്കെ കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്ലാഡിംഗ് ആയിട്ട് പാറ കീറിയത് കൊണ്ടൊന്നും ഒട്ടിച്ചതല്ല. മറിച്ച് നമ്മുടെ പാറ, മലയിലുള്ള പാറ, നമ്മൾ ഫൗണ്ടേഷനൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കരിങ്കല്ല് കൊണ്ടുവന്ന് അത് ഉളി വെച്ച് അടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട എങ്ങനെ കെട്ടിയെടുക്കുന്നോ അതുപോലെ തന്നെ ഭിത്തി മുഴുവനും കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഭവനമാണ് ഇത്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭവനമാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു വീടാണിത്. ഇത് കേരളത്തിൽ അധികമൊന്നും ഇല്ല എന്ന എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ വളരെ കുറച്ച് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനമാണ്. കരിങ്കല്ല് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു വീടാണിത്. ഇത് അടൂര് ഏനാത്താണ് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലൊരു ഭവനം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് വരെ അത് കോൺക്രീറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബേസ്മെൻറ്റിന് ശേഷം ബേസ്മെൻറ്റ് സത്യത്തിൽ വാനം എടുത്തപ്പോൾ അത് ചെളിയായിരുന്നു. ആ ചെളി ഉണ്ടായിരുന്നുകൊണ്ടാണ് വാനം കെട്ടാൻ വേണ്ടി ഇറക്കിയിട്ടിരുന്ന പാറ അതെന്ത് ചെയ്യണമെന്ന ആലോചനയിൽ നിന്നാണ് ഇത്തരത്തിലെന്ന കരിങ്കല്ല് വെച്ച് കെട്ടിപ്പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. അല്ല, നമ്മൾ കരിങ്കല്ല് കൊണ്ട് കെട്ടണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ ആ സമയത്ത് എടുത്ത ഒരു ഉഗ്രമായ തീരുമാനമായിരുന്നു അത്. കാരണം അതിൻ്റെ നടപ്പിലും ഭാവത്തിലുമെല്ലാം ആ വീട് ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ അത് നിലകൊള്ളുന്നുണ്ട്. കാരണം എത്ര കാലങ്ങൾ കഴിഞ്ഞാലും കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീട് അതങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം പഴയ പള്ളികൾ, അതുപോലുള്ള വലിയ വലിയ റിസോർട്ടുകളും ഒക്കെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാനതൊന്നും പോയി കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്നത് അത് ഇപ്പോഴും ഉള്ളതായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനും ദീർഘായുസ്സുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പിന്നെ പറയാനുള്ളത്, നമുക്കൊക്കെ ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കാശ് നോക്കാതെ നല്ല കുളിർമയുള്ള ഒരു ഭവനമാണ് എനിക്ക് വേണ്ടത് എന്ന് തോന്നിക്കുന്ന, മനസ്സിൽ തോന്നുന്ന ഒരു കുടുംബത്തിന് ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാനൊക്കും. പൈസയ്ക്ക് കണക്ക് പറഞ്ഞ് നമ്മൾ വീട് നിർമ്മിക്കാൻ തുടങ്ങിയാൽ അത് എങ്ങും എത്തത്തില്ല എന്ന് വിചാരിച്ച് ധാരാളമായ പൈസയൊന്നും ചിലവായിട്ടില്ല. ഇത് നമുക്ക് വേണം. കാരണം ഓരോരുത്തർ വീട് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് കുളിർമയ്ക്ക് വേണ്ടി, നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ ഏതെല്ലാം തരത്തിലുള്ള മാർഗങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഇതിന് ഷെയ്ഡ് പോലുമില്ല. ആ ഷെയ്ഡ് സത്യത്തിൽ ആ മെയിൻ വാർപ്പ് തള്ളിയാണ് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 1.25 മീറ്ററോളം ഇങ്ങോട്ട് തള്ളി മെയിൻ വാർപ്പ് തള്ളിയിട്ടേക്ക്. അല്ലാതെ ഷെയ്ഡില്ല എന്ന് വിചാരിച്ച് അത് സീതാനം അടിച്ച് നനയുകയോ അല്ല ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അത്രത്തോളം അത് ഒരു ഷെയ്ഡിനേക്കാൾ കൂടുതൽ തള്ളൽ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്റ്റെയർ എന്ന് പറയുന്നത് നമ്മൾ വെളിയിലേക്കാണ് ഇട്ടേക്കുന്നത്. ഈ സ്റ്റെയർ ഇപ്പോൾ വെളിയിൽ കിടന്ന് നനയുന്നെന്ന് വിചാരിച്ച് ഇത് വെളിയിലേക്ക് നമ്മളൊരു ഇറക്കി ആസ്പെറ്റോ ഷീറ്റും ഒക്കെ ഇറക്കി അവിടെ ഒരു ഗ്രില്ല് വിട്ടെടുത്താൽ ഈ സ്റ്റെയർ അകത്തേക്ക് വരും. അപ്പോൾ ആ ബാത്റൂം സ്റ്റെയറിനോട് ചേർന്ന് നമ്മൾ വീടിനകത്ത് ഒരു ബാത്റൂമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനവിടെ വെളിയിലാക്കി ഒരു ബാത്റൂം തുടങ്ങി. അപ്പോൾ ആ ബാത്റൂമും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അവിടെ ഒരു ഇറക്കി ഒരു ഷീറ്റ് ഇടും. അതായത് ഇതിന് ടെറസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇട്ട് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അകത്തേക്ക് വരും.
അതോടൊപ്പം തന്നെ ഇതിന് ഒരു സ്റ്റെയർ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ അകത്ത് വന്നാൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള മിനുക്കുപണികൾ ചെയ്താൽ സത്യത്തിൽ ആ വീടിനകത്ത്, ആ ഹാളിനകത്ത് ആ സ്റ്റെയറിനെ സ്റ്റെയറാക്കി എടുത്തുകൊണ്ട് വരാവും. അത് ഗ്രാനൈറ്റ് ഒട്ടിക്കണം, അതിന് സ്റ്റീൽ വെക്കണം, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കണം എന്ന് വേണ്ട സകലത്. അപ്പം നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തുറന്നാൽ ഉടനെ നമുക്ക് ലഭിക്കുന്നതാണ് ആ വാഷ് ബേസിനും ആ ബാത്റൂമും ഒക്കെ. അപ്പം നമുക്ക് സത്യത്തിൽ അകത്തൊരു ബാത്റൂമേ ഉള്ളൂ എങ്കിലും ഈ പുറത്തുള്ളത് നമുക്ക് അത് അകത്തുള്ളതുപോലെ തന്നെ ഉപയോഗിക്കാം. കാരണം പുറത്ത് നമ്മളത് ഷീറ്റിട്ട് ഗ്രില്ലിട്ടിങ് എടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ അവിടെ വാഷ് ബേസിൻ വെക്കാൻ, അതോടൊപ്പം തന്നെ താണ്ട് ഇവിടെ ഒരു നനയാതെ നിന്ന് നമുക്ക് അലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എറ്റി നനയ്ക്കാനുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു എറ്റുകല്ല്. അത് എറ്റുന്ന വെള്ളമൊന്നും പുറത്തോട്ട് പോവാതെ ആ ഓവ് വഴി തന്നെ വെള്ളം അങ്ങ് വെളിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം വരെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അവിടെ വെക്കുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട് നമ്മൾ മറച്ച് അത് എടുക്കുമ്പോൾ അത് സേഫായിട്ടിരിക്കുകയും ചെയ്യും. അതാണ് അതുമായി ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു വസ്തുത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആദ്യമായി ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു വീടിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? നമ്മളൊരു വീടിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടല്ല നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക് സ്വയമായിട്ട് ഒരു തോന്നലുണ്ടാവണം. അത് ഞാൻ വെക്കാൻ പോകുന്ന വീട് നമുക്ക് ഏത് തരത്തിൽ വേണം. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർ, ആ വീട് വെക്കാൻ പോകുന്ന വീട്ടിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും, അത് എത്ര കുഞ്ഞോ ആയിക്കോട്ടെ, അവന് സംസാരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവൻ്റെ അഭിപ്രായവും കൂടെ ചേർത്ത്, മാതാപിതാക്കളുടെ അഭിപ്രായവും കൂടെ ചേർത്ത്, അത്രയും പേരെ മാത്രം നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലിണങ്ങിയ തരത്തിലേക്ക് എത്ര റൂം വേണം, ഏതെല്ലാം തരത്തിലായിരിക്കണം അതിനകത്തെ സൗകര്യങ്ങൾ, പുറത്ത് വലിയ തരത്തിലുള്ള മോടി പിടിപ്പിക്കൽ വേണോ, പൊതുജനം കാണുമ്പോൾ വലിയ വീടായാൽ ഭയങ്കര സംവിധാനത്തോടു കൂടി ആർച്ചും ബഹളവും എന്ന് വേണ്ട സകല ഗുലുമാലും കൊണ്ട് പുറത്ത് മോടി പിടിപ്പിൽ കൂടുതൽ വേണോ, അകത്താണോ വേണ്ട എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ചർച്ച ചെയ്ത് എത്ര ബെഡ്റൂം വേണം, എങ്ങനെയാണ് നമുക്ക് സ്റ്റെയർ കേസ് അകത്ത് വേണോ അകത്ത് വേണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് സ്വയമായിട്ട് എന്ത് ചെയ്യണം, സ്വയമായിട്ട് നമ്മൾ ഒരു പ്ലാന് അങ്ങ് തയ്യാറാക്കണം. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിനകത്ത് നമുക്കറിയാവുന്ന തരത്തിലേക്ക്, ഇപ്പോൾ അറിയാനൊന്നുമില്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും എൻജിനീയറിങ് കഴിഞ്ഞവരും പോളിടെക്നിക്ക് കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഒക്കെ അവർക്ക് ഒരു സ്ക്വയർ വരച്ച് അതിനകത്ത് മുറികൾ അടയാളപ്പെടുത്തുന്നതിന് അത്ര വലിയ പരിജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു രീതിക്കനുസരിച്ച് അതിനൊരു പ്ലാന് ഉണ്ടാക്കുക, ഒരു സ്കെച്ച്, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, ഒരു ലേ ഔട്ട് വരയ്ക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇരുന്ന്, വീട്ടിലുള്ളവരെല്ലാം കൂടി ഇരുന്ന് അതൊന്ന് ആലോചിച്ച് ഇത് മതി, അപ്പം നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അത് തീരുമാനിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ ഈ പ്ലാൻ വരയ്ക്കുന്നവരെയോ ഒരു എൻജിനീയറെയോ ചെന്ന് കണ്ട്, ഇതാണ് എനിക്ക് ഒരു വീട് വെക്കാനായി ആഗ്രഹിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ, ഇതനുസരിച്ച് ഞങ്ങൾക്കൊരു പ്ലാൻ കിട്ടണം എന്ന് പറയുക. അപ്പോൾ അവരുടെ പ്രാഗൽഭ്യവും കൂടെ ചേർത്ത് ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് വരച്ചു തരും. ആ വരച്ചു തരുമ്പോൾ നമ്മൾ വരച്ചു കൊടുത്തതിൽ നിന്ന് വിഭിന്നമാണ് എങ്കിൽ എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാനുണ്ട കാരണം, അതുകൊണ്ട് എന്താണ് ഗുണം, എന്താണ് ദോഷം, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അതങ്ങനെ വരച്ചത്, ആ പറയുന്നത് നിങ്ങൾക്ക് ആ ഗൃഹനാഥന് മാത്രമല്ല, അല്ലെ ഗൃഹനാഥയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് സ്വീകാര്യമാണെങ്കിൽ അവരുടെ അഭിപ്രായത്തെ സ്വീകരിച്ച് ആ പ്ലാനിനെ അംഗീകരിക്കാതെ അല്ല, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് മതി എന്ന് തോന്നുന്നെങ്കിൽ അത്തരത്തിൽ തന്നെ അത് വരച്ചു തരാൻ അവരോട് ആവശ്യപ്പെട്ടാൽ അവരത് ആ രീതിയിലത് വരച്ച് നിങ്ങൾക്ക് തരും. എന്നിട്ട് അവരോട് ഇത് പഞ്ചായത്തിൻ്റെ ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവർ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് പ്രമാണത്തിൻ്റെ കോപ്പി ചോദിക്കും, കരവടച്ച രസീത് വേണം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം, ഇതിനടയ്ക്കാനുള്ള ഫീസ് വേണം, അങ്ങനെ എല്ലാം. ഇനിയിപ്പോൾ കുടുംബക്കാരുടെ എല്ലാവരുടെയും കൂടെ പേര് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒപ്പ് വേണം. ഇപ്പോൾ എല്ലാവരുടെയും ഒപ്പിട്ടു എന്ന് വിചാരിച്ച് അത് പണിതാൽ ആ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനൊരു
രേഖയും കൂടെ ഹാജരാക്കുമ്പോൾ നമുക്കതനുസരിച്ച് മാറ്റം കിട്ടും. പക്ഷേ വീടിൻ്റെ ചില അളവുകളുണ്ട്. റോഡിൽ നിന്നാണെങ്കിൽ 3 മീറ്റർ ഉള്ളിൽ വേണം ഈ ഉള്ളേരിയകളിലൊക്കെ പണിയുമ്പോൾ. റോഡിൽ നിന്ന് ഒരു 3 മീറ്റർ, അയൽ വസ്തുവിന് ഒരു 180 180 സെൻറ്റിമീറ്റർ അകത്ത്, ഇങ്ങനെയൊക്കെ. ഇനി നമ്മളൊരു വീട് വെക്കുമ്പോൾ അയൽവക്കക്കാരൻ്റെ അതിരയിലോട്ട് കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ല. അത് വസ്തു ഉള്ളവനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വീടിന് ചുറ്റും നടക്കാനായിട്ട് സ്ഥലം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 3 മീറ്റർ അളവ് സ്ഥലം വിട്ടുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീടിന് ചുറ്റും ഇച്ചിരി സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തൂക്കിയും വാരിയും ഒക്കെ വേണം എന്ന് വിചാരിച്ചാൽ അത്രയും സ്ഥലവും കൂടെ ഒന്നും തൂക്കണ്ട. അവിടെ വാഴയോ ചേനയോ എന്തെങ്കിലുമൊക്കെ നടാം എന്ന് വിചാരിച്ച് അത്രയും ഒരു സ്ഥലത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടാതെ ചുറ്റും ഒന്ന് നടക്കുവോ, ഒന്ന് പിള്ളേരുണ്ടെങ്കിൽ ഓടിച്ചാടുവോ കളിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആ സ്ഥലം ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഞ്ചായത്തിൽ കൊടുത്തു കഴിയുമ്പോൾ എൻജിനീയർ വരും, കൃത്യമായി അളവുകൾ നോക്കിയിട്ട് നമുക്ക് പണിയാനുള്ള അനുവാദം ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ചതിന് ശേഷം പണി തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലാതെ പഞ്ചായത്തിൽ ഞങ്ങൾ കൊടുത്തോളാം നിങ്ങളങ്ങ് പണിതോ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇടിപിടിയെന്നും പറഞ്ഞ് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പഞ്ചായത്തിൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം, അല്ലെ നഗരസഭയുടെ അനുവാദം കിട്ടിയതിന് ശേഷം ആ വീട് പണിക്കുള്ള കുറ്റിയടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. വസ്തു നമ്മൾ എവിടെയാണോ വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ വസ്തു നിരപ്പാക്കിയിടുന്നത് കൊണ്ടോ അത് അവിടെ നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ ഇറക്കിയിടുന്നത് കൊണ്ടോ കുഴപ്പമില്ല. കിട്ടുമെന്ന് അവിടെ പണിയാൻ ഒക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ അനുവാദം കിട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആരെയാണോ കുറ്റിയടിക്കാൻ ഉള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളുടെ കട്ടളയും ജനലൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്ന ആശാരി ഉണ്ടെങ്കിൽ അതാരാന്ന് വെച്ചാൽ അവരെ വിളിക്കുക, കുറ്റിയടിച്ച് അത് ലെവൽ ചെയ്ത് അത് കറക്റ്റ് ചെയ്തു തരും. നമ്മുടെ ഡ്രോയിങ് അനുസരിച്ച് അത് ചെയ്തു തന്ന് അതനുസരിച്ച് നമ്മളത് വാനമൊക്കെ എടുത്ത് അത് പിന്നെ ചില സ്ഥലത്തൊക്കെ ഉള്ളൂ ചിലപ്പോൾ വാനം എടുത്ത് വരുമ്പോൾ ചെളി രൂപത്തിലാവുന്നതിന് നേരത്തെ സോയിൽ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ അങ്ങനെയൊന്നും എല്ലായിടവും ഒന്നും വയലേല ഏരിയകളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മണ്ണ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ മണ്ണ് പരിശോധിക്കാൻ താഴെ കടുപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അറിയാം. പിന്നെ കടുപ്പമില്ലാത്ത ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ പാറയിട്ട് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അത് കുട്ടി പില്ലർ തീർത്ത് നമ്മുടെ പ്ലിന്ത് ബീം വരെ ആ പില്ലർ വന്നതിന് ശേഷം ഈ ചെയ്തേക്കുന്ന വീടെന്ന് പറയുമ്പോൾ ആ ബേസ്മെൻറ്റ് വരെ ആ പ്ലിന്ത് ബീം വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. കാരണം എടുത്തപ്പോൾ അത് ചെളിയായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഇറക്കിയിട്ടിരുന്ന പാറയെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അത് നമ്മൾ കട്ട കെട്ടുന്ന പോലെ കല്ല് കെട്ടുന്നത് പോലെ നമ്മളത് കെട്ടിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിനകത്തുള്ളൊരു പ്രധാന സവിശേഷത ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയോ പറയുകയല്ല. ഇതിനകത്ത് നമ്മൾ കെട്ടി ഒരു ജനൽ പൊക്കമൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലായ കാര്യമാണ്. ഇതിനകത്ത് നല്ലൊരു കുളിർമ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കുളിർമ ഇപ്പോഴും നിലനിൽപ്പുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ സിറ്റൗട്ട്, ആ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഗ്രില്ല് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രില്ല് എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ ഈ തെങ്ങിൻ്റെയൊക്കെ ജനൽ ക്രോസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിങ്ങനെ കോണോട് കോണ് ചരിച്ച് വെക്കുന്ന തരത്തിൽ, അത് ഈ സ്ക്വയറായിട്ട് വെക്കുന്നതിനെക്കാട്ടിലും കാഴ്ചക്കൊരു ഭംഗി അങ്ങനെ വെക്കുന്നതാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാത്രിയിലൊക്കെ ഇത് ലൈറ്റിട്ട് നോക്കുമ്പോൾ അതിനൊരു
പ്രത്യേക ഫീലിംഗ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു തൂണ്, അതുപോലെ തന്നെ 3 സിറ്റ് ഔട്ടിന് 3 തൂണുകൾ, അതിനും അലങ്കാരപ്പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കല്ലുകൊണ്ട് കെട്ടിയ വീട് എത്രത്തോളം മനോഹരമാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു അരഭിത്തി, ഇപ്പോൾ സർവ്വസാധാരണയായി സിറ്റ് ഔട്ട് ഒന്നുമിടാതാണ്, ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാതെ വെറുതെ അങ്ങ് പ്ലെയിനായിട്ട് ഇട്ടേക്കുക. പക്ഷേ ഇവിടെ അത് അരഭിത്തി കെട്ടി ഇട്ടേക്കുക, നമുക്കൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം, പട്ടികളുടെ ശല്യം വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പുരയ്ക്കകത്തോട്ട് കയറുകയാണ്. പുരയ്ക്കകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ഹാളാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് തന്നെ 2 കണ്ണാടി പോലെ, അത് ജനലാണ്, അത് ആ അടുക്കളയിൽ നിന്നുള്ള, അത് നിങ്ങളെ കാണിക്കാം, അടുക്കളയിൽ നിന്നുള്ള ജനലാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരുന്നത് ഈ വയറിംഗ് ആയിരുന്നു. എങ്ങനെ ഇതിനകത്ത് വയറ് ചെയ്യും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നൊരു, എങ്ങനെയാണ് ഇത് കൺസീൽഡ് ചെയ്തെടുക്കാനൊക്കുമോ എന്നൊക്കെയുള്ളതായിരുന്നു ആൾക്കാരുടെ ഒരു സംശയം. എന്തായാലും അതെല്ലാം ദൈവകൃപയാൽ എല്ലാം കൺസീൽഡ് ചെയ്താണ് ഇത് കിട്ടിയിട്ടുള്ളത്. എല്ലാ ഭാഗത്തും നല്ല വെളിച്ചം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണോ ഇത് ഇങ്ങനൊരു ആശങ്ക ഉണ്ടായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇത് തന്നെ ഇട്ടായിരുന്നു. ഒരിടത്തുനിന്ന് വലിച്ച് നമുക്ക് വയറ് കയറാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് വലിച്ചിട്ടാണെങ്കിലും അത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എന്നിലുണ്ടായിരുന്നത് കൊണ്ട് 2-3 ബോക്സ് അധികം വെച്ചിട്ടുണ്ട്. എന്നാൽ അതും നമുക്ക് വയറിട്ട് കിട്ടി. ഒരിടത്തുനിന്നും വയറ് കയറാതില്ല, സകല ഭാഗത്തുനിന്നും നമുക്ക് വയറിട്ട് കിട്ടി. അത് എല്ലാം നിർവഹിക്കാൻ പറ്റി. അത് വിശാലമായൊരു ഹാളാണ്. എൻ്റെ ഒരു കാരണം അവിടെ നിന്ന് വേണം ഒരു സ്റ്റെയർ കേസ് പണിയുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് അത് പണിത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ സ്റ്റെയർ കേസ് പണിയുമ്പോൾ ഒരു 400-600 സ്ക്വയർ ഫീറ്റ് എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 2 നില വീടായിരുന്നു വെക്കുന്നതെന്നുണ്ടെങ്കിൽ താണ്ട് ആ ഭാഗം കൊണ്ട് നമ്മൾ ഇത് നിർത്തിയിട്ട് ആ 3 ബെഡ്റൂം എടുത്ത് മേളിൽ വെക്കേണ്ടതായി വന്നത്. അപ്പോൾ മേളിൽ വെക്കുമ്പോൾ എന്താ കുഴപ്പം, നമുക്ക് തൂക്കാനും വരാനും ഉള്ള ഒരു സംവിധാനം ഇല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഒരു മേന്മ എന്ന് പറയുമ്പം, നമ്മൾ ഈ ഹാള് തൂക്കാൻ തുടങ്ങിയാൽ, അല്ലെ മോപ്പ് വെച്ച് അതൊന്ന് തുടയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ, നമ്മൾ ഈ 4 ബെഡ്റൂം തുടച്ച്, അടുക്കളയും തുടച്ച്, അല്ലെ തൂത്ത്, നമ്മളിത് മൊത്തം തൂത്താണ് ഇറങ്ങുന്നത്. ആ ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു ബെഡ്റൂം, ഇതാണൊരു മാസ്റ്റർ ബെഡ്റൂം. ആ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് മാത്രമാണ് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ആ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ആ എല്ല് പോലുള്ളതാണ്ട് ആ ടൈൽസ് ഒട്ടിച്ചേക്കുന്ന ഈ ഭാഗം മാത്രമേ ഉള്ളൂ നമ്മൾ കല്ലല്ലാത്ത സിമെൻറ്റ് കട്ട വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളുവശം വരെ കല്ലുകൊണ്ടാണ്. എല്ലാ ഭാഗവും കല്ലാണ്. ഇവിടെ 99.95% കരിങ്കല്ല് കൊണ്ടാണ്. ആ 0.05% മാത്രമേ ആ ഒരു എല്ല് പോലുള്ള ഏതാണ്ട് ഒരു 100 സിമെൻറ്റ് കട്ടയ്ക്കകത്ത് വന്ന് കാണും. അത്ര ഒരു ഭിത്തി കെട്ടിയെടുക്കാൻ അത് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ, കല്ലല്ല. പിന്നെ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ബാത്റൂമിൻ്റെ പുറകു വശമാണത്. അതിനോട് ചേർന്ന് അത്രയും കൂടെ ബാത്റൂം വേണ്ടാത്തതുകൊണ്ട് അവിടെ നമ്മളൊരു ചെറിയ ജനലുണ്ടാക്കി. ആ ജനലിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം ഒരു എയർ സർക്കുലേഷൻ അങ്ങോട്ട് ചെല്ലും. അത് ആ എയർ സർക്കുലേഷൻ നേരെ ചെന്നാൽ ആ കതവ് തുറന്നാൽ, ഈ ഒരു കതവ് തുറന്നാൽ നല്ല സുന്ദരമായ കാറ്റ്, അതിനോടപ്പുറത്തൊരു ജനലുണ്ട്. അപ്പോൾ ആ എയർ സർക്കുലേഷൻ ഇങ്ങനെ തെക്ക് വടക്ക് നല്ലതുപോലെ പോകാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല കാലാവസ്ഥ. വെളിയിൽ ഈ കതവുകളും ജനലുകളും തുറന്നിട്ടാൽ വെളിയിൽ എങ്ങനത്തെ കാലാവസ്ഥയാണോ ആ കാലാവസ്ഥ നമുക്ക് ഈ വീടിനകത്ത് കിട്ടും. നല്ല ചൂടാണെങ്കിൽ ഇവിടെ തണുപ്പായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ഇനി അഥവാ ടെറസ് ചൂടായ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് ഈ ജനൽ തുറന്നിട്ടാൽ കിട്ടും. ഇനി എല്ലാ മുറികൾക്കും, മുറിക്കകത്ത് നിന്ന് നോക്കിയാൽ ഹാള് കാണത്തക്ക തരത്തിലേക്ക് ഒരു ജനൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈവസി വേണമെന്നുള്ളപ്പോൾ അവിടെ ഒരു കർട്ടൻ ഇട്ടാൽ അത് മുറിക്കകത്തുള്ളവർക്ക്
അത് വെളിയിൽ നിൽക്കുന്നവർക്ക് കാണാൻ ഒക്കത്തില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കർട്ടനൊന്ന് മാറ്റി നോക്കാമെങ്കിൽ കാണുകയും ചെയ്യും. അപ്പോൾ എല്ലാ മുറിയിലും അത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇപ്പോൾ ആ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ആകെ 2 ബെഡ്റൂമിലേ ഫാൻ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഫാൻ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച്ഡ് ആക്കണമെന്ന്, ഇപ്പോൾ അതിനകത്ത് ഒരെണ്ണേ അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ളൂ. ഇനി അറ്റാച്ച്ഡ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുറിയിൽ നിന്ന് പുറത്തോട്ട് വാതിൽ വെച്ചിട്ടുണ്ട്. ആ വാതിൽ ചെയ്താൽ മതി. ഇപ്പോൾ ദാണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അവനത് മുറി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് കൊടുത്തേക്ക് അവൻ്റെ സ്റ്റഡി ടേബിളും മറ്റു കാര്യങ്ങളുമാണ്. ഇനി ഇത് അറ്റാച്ച്ഡ് റൂമല്ല. ഇത് അറ്റാച്ച്ഡ് റൂം ആക്കുന്നതിന് നിസ്സാര പണിയേ ഉള്ളൂ. പുറത്തോട്ടൊരു കതവ് വെച്ചിട്ടുണ്ട്. ആ കതവ് തുറന്നാൽ അപ്പുറത്തൊരു ബാത്റൂം പണിതാൽ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമായി. അപ്പോൾ പിന്നെ ഇടിക്കുകയും വേണ്ട, പൊഴിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ആ ഭാഗത്തേക്ക് വെച്ചാൽ മതി. അന്നേരം ഇത് ബാത്റൂമിനകത്തേക്ക് കയറാനുള്ള കതവായിട്ടങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാം. ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഇപ്പോൾ ബാത്റൂം പണിയാത്തത് കൊണ്ട് ഇത് തുറന്നിട്ടാൽ ഈ പടിഞ്ഞാറേ അറ്റത്തുനിന്ന് അങ്ങ് കിഴക്കേ അറ്റം വരെ നല്ല സുന്ദരമായ കാറ്റ് ഫ്രീ ആയിട്ട് അങ്ങ് കയറി ചെന്നങ്ങ് പോവില്ലേ. നല്ല എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു വീടാണ് ഇത് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ബെഡ്റൂം നോക്കാം. അതും അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചിട്ടില്ല. അതിനും വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതേ മാതൃകയിൽ തന്നെ പുറത്തോട്ടൊരു ഡോറ് വെച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ എപ്പോഴാണോ നമുക്ക് ബാത്റൂം വേണമെന്ന് തോന്നി ആ സമയത്ത് നമുക്ക് അത് ചെയ്യാം. ഇപ്പം ഒരു കൊച്ചും ഒരു ഭാര്യയും ഭർത്താവും അമ്മയും അല്ലെ അപ്പനും കൂടെ അടങ്ങുന്ന ഒരു വീട്ടുകാർക്ക് അകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം മതി. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാം. ഇനി ആർക്കെങ്കിലും ഒന്ന് വയ്യാതെ വരികയോ അല്ലെ കൊച്ചുങ്ങളുടെ ഭാവിയിലെ കല്യാണം സംബന്ധിച്ച കാര്യം വരുമ്പോഴും ഒക്കെ മതി എന്നുണ്ടെങ്കിൽ അന്നേരം പണിതാൽ പോരെ. ഇപ്പോഴേ കാശില്ലാത്തവർ അതുമായി ബന്ധപ്പെട്ട് കിടന്ന് ഞെരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കി വെച്ച് നമ്മളൊരു വീട് തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കുന്നത്. എല്ലാം കൂടെ തീർത്തിപ്പോൾ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ഇനി അടുത്തത് അടുക്കളയാണ്. ആ അടുക്കളയെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. അടുക്കളയിൽ നിന്ന് നേരെ ആ ഡൈനിങ് റൂം ക്രമീകരിച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ അതാണ് നമ്മുടെ ഡൈനിങ് റൂം. ആ ഡൈനിങ് റൂം എന്ന് പറയുമ്പോൾ ഹാളിലൊരാളിരുന്നാലും നമുക്കെന്ത് ചെയ്യാം, അടുക്കളയിൽ നിന്ന് നേരെ ഇവിടെ ആഹാരം കൊണ്ടുവന്ന് വിളമ്പുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ വന്നിരിക്കുന്ന വിരുന്നുകാർ അല്ലെ വിശിഷ്ട വ്യക്തികൾക്ക് അവരുടെ മുന്നിൽ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമുക്കത് കാണാം. അപ്പോൾ അടുക്കളയിൽ നിന്ന് നേരിട്ടൊരു വാതിൽ ഇങ്ങോട്ട് വന്നിരുന്നു. ഹാളിൽ പ്രവേശിക്കാതെ നമുക്കിറങ്ങാം. ഇത് ഗ്യാസ് വെക്കാവുന്ന ഒരടുക്കള. മറ്റൊരടുക്കളയെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ വിറക് കൊണ്ടിരിക്കുന്ന ഒരു അടുക്കളയാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണമെന്നും പ്രത്യേകിച്ച് അരിയാനും പറക്കാനും ഒന്നുമുള്ള സ്ഥലം വർക്ക് ഏരിയ ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിലേത് വേണേലും നമുക്കിങ്ങനെ ഉപയോഗിക്കാമല്ലോ, എവിടെ നിന്ന് വേണേലും ചെയ്യാം. നല്ല വിശാലത ആയതുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ പുകയില്ലാത്ത അടുപ്പ്. അത് ഒറ്റ അടുപ്പേ വെച്ചിട്ടുള്ളൂ. ആ ഒറ്റ അടുപ്പ് വെച്ചേക്കുന്നതിൻ്റെ കാരണം കൊണ്ട് പുക ഒരു തുള്ളി ഇങ്ങോട്ട് വരത്തില്ല. രണ്ടടുപ്പുണ്ടെങ്കിൽ ഒരടുപ്പിൻ്റെ പുക മറ്റേ അടുപ്പിൽ കൂടെ വന്നാണെങ്കിലും ഇങ്ങോട്ട് വരും. ഇതൊരു തുള്ളിയും വരത്തില്ല. മാത്രമല്ല നമ്മൾ ഈ ഭിത്തികളെല്ലാം കെട്ടിമുട്ടിക്കാതെ ഇടയ്ക്കിച്ചിരി സ്ഥലം ഇട്ടുകൊണ്ട് നമ്മൾ ആ ഭിത്തിക്കകത്തൊരു അലമാര ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മുളക് പൊടിയും ഗ്ലാസും ചെറിയ ചെറിയ പാത്രങ്ങളും ഒക്കെ അവിടെ ഇരിക്കുക. അതെല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഏറുവാനായിട്ട് ആ അടുക്കളയിൽ തന്നെ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാചകം ചെയ്യുന്ന സമയത്ത് അത് തുറന്നിട്ട് ഇപ്പോൾ അത് സേഫായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മളില്ലേ ആദ്യം പറഞ്ഞ പോലെ ആ വെളിയിലേക്ക് ഒരു ഇറക്കി അതിനൊരു ഗ്രില്ലിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വേണേലും രാത്രിയിലും അത് തുറന്നിട്ട് കൊണ്ട് നിൽക്കാം. പട്ടിയുടെ ശല്യമോ അല്ലെ അതുപോലുള്ള അപായമായ കാര്യങ്ങളോ ഒന്നും ലഭിക്കാനില്ല. മാത്രമല്ല എയർ സർക്കുലേഷന് വേണ്ടി എയർ ഫാൻ വെച്ചിട്ടുണ്ട്. 2-3 എയർ ഹോളുകളുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ശരി തന്നെ പുക വീടിനുള്ളിലേക്ക് വരാതെ പുറത്തേക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ
പറയാനുള്ളത് ഹാളാണ്. ആ ഹാളിലേക്ക് എല്ലാ മുറിയിൽ നിന്നും ഒരുപോലെ തന്നെ ഇറങ്ങാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഇത് ഒരു ഒറ്റ മേശരിയാലാണ് ഇത് പണിതിട്ടുള്ളത്. ജോൺസ് എന്ന് പറയുന്ന ഒരേ ഒരു മേശരി ഉപയോഗിച്ചാണ്, ഒരേ ഒരു മേശരി ഞങ്ങൾ അല്ലെ അതിന് വേണ്ട ഒരു മൈക്കാടും ഒക്കെ കൂടെ ചേർന്നാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ കല്ലുകളെല്ലാം തന്നെ പൊട്ടിച്ച് പരുവത്തിലാക്കി തന്നത് ബേബി എന്ന് പറയുന്ന ഒരാളും, കുഞ്ഞുമോൻ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഈ ബേബിയാണ് കൂടുതലും ഇതിനകത്ത് പങ്കാളിയായത്. അപ്പോൾ അവരെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പൊട്ടിച്ചത്. അവരുടെ എല്ലാം കൂടെ ഉള്ള സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇത്രത്തോളം മനോഹരമാക്കി എടുക്കാനായിട്ട്. അത് മാത്രമല്ല പുറവശം നിങ്ങൾ കണ്ടായിരുന്നു, പുറത്ത് ഗ്രൂക്കളുണ്ടായിരുന്നു, ഗ്രൂസ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇത് നോക്കുക. ഇവിടെ എങ്ങും ഫാൻ ഇട്ടിട്ടില്ല, കണ്ടോ? ഈ മേളിൽ എങ്ങും തന്നെ ഒരു ഫാനും ഇട്ടിട്ടില്ല. നല്ല കുളിർമയുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇത് മനോഹരമാക്കാൻ ഒക്കുമോ അത്രത്തോളം മനോഹരമാക്കിയതാണ്. ആ ഒരു മേശിരിയുടെ കഴിവ് കൊണ്ടാണ്, ആ കലാവിരുത് കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെ പരസ്പരം ആലോചിച്ച് പോകുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അത് ക്രമീകരിച്ച് അതിന് വേണ്ട നിറങ്ങളുമെല്ലാം കൊടുത്ത് ഇഷ്ടം പോലെ വെട്ടം ക്രമീകരിച്ചാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചു തരുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് നിങ്ങൾക്ക് സമീപിച്ചാൽ ഞങ്ങളത് ചെയ്തു തരും. അതുപോലെ ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ജനലാണ്. അത് 2 നീളമുള്ള ജനൽ, കയറി വരുന്ന വാതിൽ, അതിനപ്പുറത്തൊരു ജനൽ, അതിനും അപ്പുറത്തൊരു ജനലായിട്ട് അങ്ങനെ 2 രൂപ. പിന്നെ എന്താ ഈ ടൈൽസ് നിങ്ങളൊന്ന് നോക്കിയാൽ, ആ ടൈൽസ് എന്ന് പറയുമ്പോൾ 6x4 ഒരു ടൈലായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് 6x4 ടൈലല്ല. അതാണ് അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു നുണുക്ക് വിദ്യകൾ നമ്മൾ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. 6x4 ഇത്തരം ഒരു വലിയ വീട്ടിൽ 6x4 ഒരു ടൈൽസ് ഇട്ടാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി. പക്ഷേ അത് മേടിക്കാനുള്ള സംവിധാനം നമുക്കില്ലാഞ്ഞത് കൊണ്ട് എന്നാൽ മേടിച്ച ടൈലിനെ 6x4 ക്രമീകരിച്ചാണ് അത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് വീഡിയോയിൽ മാത്രമല്ല, നേരിട്ട് വന്ന് നോക്കിയാലും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം ഇത് സത്യത്തിൽ 2x2 ടൈലാണ്. അത് ഇട്ടേക്കുന്നത് 6x4 രീതിയിൽ ഇട്ടതാണ്. അത് ഇടാൻ പോലും ഇതിൻ്റെയൊക്കെ മിനുസം എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖം ഇട്ടുരയ്ക്കാം. എവിടെല്ലാം ഇട്ട് എങ്ങനെ ഇട്ട് ഉരച്ചാലും ഒരു പോറലുമില്ല. അത്ര നല്ല സുന്ദരമായ ഗ്ലേസിങ്ങോടുകൂടി നല്ല സുന്ദരമായാണത് ചെയ്തിട്ടുള്ളത്. എവിടെ വേണമെങ്കിലും മുഖം ഇട്ടുരയ്ക്കാം, എവിടെല്ലാം വേണമെങ്കിലും. അത് നല്ല കണ്ണാടി പോലെ മിനുസമായിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു പണി തന്നെയാണ് ഈ പോളിഷിങ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതൊക്കെ പറയുന്നേ ഉള്ളൂ, ഇതിൻ്റെ ചിലവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ചിലവായിട്ടുണ്ട്. ഏകദേശം ഒരു 2 വീടിൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. എങ്കിലും മറ്റൊരു വീട് പണിത വലിയൊരു ഈ 2000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് പണിതുന്നവനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ചിലവാകും. ഇനി ഇതാ നോക്ക്, ഒരു കണ്ണാടി നമ്മളിവിടെ ഒരുങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമുള്ള ഒരു ഭാഗമായി അതിനെ ക്രമീകരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് അത് കണ്ണാടിയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരുങ്ങാനുള്ള ചീപ്പ്, പൗഡർ എന്ന് വേണ്ട കൂട്ടസ്, നഖം വെട്ടികൾ, അങ്ങനെ എന്ത് വേണേലും വെക്കാനായിട്ട് ഉള്ള സംവിധാനം. ഞാൻ ആ അലമാര അടച്ചു വെക്കാം. അതിൻ്റെ കാരണം എന്താ, ഇവിടെ ഒരു കൊച്ചുങ്ങളോ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരൊരു പന്ത് തട്ടുകയോ വേറെന്തെങ്കിലും തട്ടിയിടുകയോ ചെയ്ത് അങ്ങോട്ട് പോയാലോ കൊണ്ട് അത് ഉടഞ്ഞു പോകും. അപ്പോൾ അത് ഉടഞ്ഞു പോകാതിരിക്കാൻ നമ്മളതിനൊരു ഡോറുകൂടെ വെച്ചു. ആ ഡോറെ നമ്മളൊരു ഷെൽഫൂടെ വെച്ചു. അങ്ങനെ ചെറിയ നുണുക്ക് വിദ്യകൾ കൊണ്ടാണ് നമ്മൾ ഈ ഭവനത്തെ മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വലിയ ഭാരിച്ച ഒരു ഇതില്ലാതെ, ചിലവില്ലാതാണ് നമ്മളിത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ ചിലവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. നല്ല ഒന്നാന്തരമായ ഒരു വീടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച വീടിനെ മോശമെന്ന് പറയാൻ, ഇവിടെ വന്ന് കണ്ട ഇത് കഴിഞ്ഞ മെയ് 10 ആയിരുന്നു
2026 മെയ് 10 ആയിരുന്നു ഇതിൻ്റെ പാല് കാച്ച്. അതിൻ്റെ കൂദാശാകരണം. അപ്പോൾ ആ കൂദാശ നടത്തി അന്ന് വന്ന് കണ്ടവരെല്ലാം തന്നെ ഇത് മനോഹരമെന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും വിരുദ്ധാഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു വീട് നിർമ്മിക്കണം എന്നാഗ്രഹിച്ചാൽ, അതായത് പണിയുന്ന വീട് എൻ്റെ എക്കാലത്തെയും ഒന്നായിട്ടിരിക്കണം എന്ന് തോന്നിയാൽ, എക്കാലത്തെയും ഒന്നായിട്ട് വേണം എന്ന് നമുക്ക് തോന്നിയാൽ, നമ്മുടെ തലമുറയ്ക്കും കൂടെ അത് വേണമെന്ന് തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം ഇതിനകത്ത് കൂളിംഗ് കിട്ടാൻ വേണ്ടി, ആ വീടുകൾക്കകത്ത് കൂളിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര തരത്തിലാണ് കാശ് മുടക്കുന്നത്. അപ്പോൾ അത്തരം ഒന്നും കാശ് മുടക്കാണ്ടാണ് നമ്മൾ നോക്കും. ഇതിൻ്റെ മേളിലൊക്കെ ആ വലിയ വലിയ കല്ലുകൾ അതൊക്കെ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഭഗീരഥ പ്രയത്നമാണ്. നല്ല ഒന്നാന്തരം വലിയ കല്ലുകൾ, ചെറിയ കല്ലുകൾ എന്ന് വേണ്ട എല്ലാ വിധത്തിലുമുള്ള കല്ലുകൾ നമ്മൾ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമാക്കാൻ പോളിഷ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പെടാപ്പാട് തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചെയ്യാവുന്ന തരത്തിലെല്ലാം നമ്മളിതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലെല്ലാം അതിൻ്റെ റിബ് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ രീതിയിലുള്ളതല്ല, എല്ലാം നല്ല എന്നാൽ ചിലവുണ്ട് താനും. ഒരു ഏകദേശ ഭംഗിക്ക് വേണ്ട തരത്തിൽ ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ അങ്ങനെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ കാശ് മുടക്കി നമ്മുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്തെടുത്ത ആദ്യത്തെ ഒരു വീടാണിത്. ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്ക്, ഇതിനകത്ത് നമ്മൾ ആദ്യം കയറി വന്നപ്പോഴേ കണ്ട ആ ജനലാണിത്. ആ ജനലെന്ന് പറഞ്ഞാൽ ആ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന ഇതിനൊരു ഓപ്പൺ കിച്ചൺ എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ മാറ്റാം. ഡോറ് തുറന്നാൽ മതി. അപ്പോൾ വന്നിരിക്കുന്നവരെ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ റോഡ് വരെ നമുക്ക് കാണാവുന്നതാണ്. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡോറിൽ കൂടെ കാണാം. ജനൽ തുറന്നിട്ട് ആ ജനലിൽ കൂടെ ഗേറ്റിൽ കൂടെ വല്ലവരും വരുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാണാം. വേണ്ട ഗേറ്റാണിത്. അപ്പോൾ ആ അടുക്കള, രണ്ടടുക്കളയിൽ നിന്നുണ്ട് അത്തരത്തിലുള്ള 2 ജനലുകൾ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാലും നമുക്ക് കുട്ടികൾ എവിടെ ഉണ്ടോ, കുഞ്ഞെവിടെ നിൽപ്പുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കി അത് കൈകാര്യം ചെയ്യാൻ ഒക്കുന്ന തരത്തിലേക്കാണ് ആ ജനലിനെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പുറത്തെ അതും ഞാൻ ഇപ്പോൾ തുറന്ന് കാണിക്കാൻ നിങ്ങളതാണ്. അത് പക്ഷേ ഈ കമ്പികൾ പാകിയിട്ടുള്ള ജനല, സാധാ ജനല. എന്നാലും നമുക്ക് തുറക്കുകയും നോക്കുകയും ചെയ്യാം പുറത്ത്. അപ്പോൾ ഇത്തരത്തിൽ വീടിനകത്ത് ജനൽ വെച്ചിട്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമാണ്. പക്ഷെ അതെല്ലാം നമ്മളിവിടെ അത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുണ്ട്, ഒരു ഇടത്തെയും പ്ലാൻ നമ്മൾ കണ്ടല്ല ഇത് വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചേക്കുന്ന വീട് അതേപടി നമ്മുടെ വസ്തുവിലേക്ക് കൊണ്ടുവന്ന് വെക്കാം എന്ന് വിചാരിച്ചാലും അത് ശരിയാവണമെന്നില്ല. കാരണം ഓരോ ഭാഗത്തും അതിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഡിസൈനുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെയ്തേക്കുന്നത് അപ്പടുത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മുൻഭാഗം, നമ്മുടെ ഫ്രണ്ടേജ്, അതുപോലുള്ള നമുക്ക് ചെയ്യാനൊക്കുന്ന, അല്ലെ നമുക്ക് കാണാനൊക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ പ്രൊജക്ഷൻ ഇതെല്ലാം കൂടെ കണക്കാക്കി വേണം നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ ഇത് ചെയ്യാൻ. ഒരു വീട് കണ്ടാൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം നമുക്ക് മനസ്സിൽ ഇണങ്ങുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. ഇപ്പം ആരെക്കൊണ്ടാണ്ട് ഇപ്പം ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ദേഹത്ത് കൊള്ളുന്നു, ഇതൊന്നും ഒരു കുഴപ്പമില്ല, എവിടെ വേണേലിട്ട് ഉരക്കി മുട്ടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നേരിട്ട് വന്ന് കണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൂക്ഷ്മതലത്തിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ഒക്കും. അപ്പം നമുക്ക് താമസിക്കാനുള്ള വീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കുന്ന പൈസ, ആ പൈസയ്ക്ക് മൂല്യമുള്ള ഒരു നിർമ്മാണം, അതാണ് നഷ്ടമില്ലാത്ത, നമ്മൾ അധ്വാനിച്ച പൈസ നഷ്ടമല്ലാത്ത ഒരു നിർമ്മാണ പ്രവർത്തനം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നമ്മളത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗേറ്റ് ഉൾപ്പെടെ എല്ലാം ഇവിടെ ഈ കല്ല് മാത്രമല്ല കല്ലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഇറക്കപ്പെട്ടിട്ടുള്ള കല്ലുകൾ
എല്ലാം തന്നെ എവിടെല്ലാം ഉപയോഗിക്കാമോ അവിടെല്ലാം ഉപയോഗിച്ചു. കണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് 10-15 മീറ്ററിന് അപ്പുറത്താണ് റോഡുള്ളത്. നമ്മൾ അത്രയും ഉള്ളിലോട്ടാണ്. ഒന്ന് വണ്ടി പോകുമ്പോൾ ഉള്ള പൊടിശല്യം, രണ്ട് ശബ്ദം, റോഡിൽ കൂടെ ആൾക്കാർ ഇത്രയും മാറി വച്ചനൊക്കെ തന്നെ റോഡിൽ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മുറ്റത്ത് കാര്യം പറയുന്ന പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. വണ്ടി പോകുമ്പോഴും അതേപോലെ തന്നെ. അപ്പം എത്രയും ഉള്ളിലോട്ട് ഒതുക്കി നമുക്ക് വെക്കാനുണ്ടോ, ഭൂമിയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്രയും തന്നെ ചെയ്യുന്നതായിരിക്കും. ഒരു ഇച്ചിരി ഭാഗം വഴിക്കങ്ങ് പോകുമെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും നഷ്ടമായിട്ട് കണക്കാക്കണ്ട. ഇവിടെ പിന്നെ ഇച്ചിരി സ്ഥലങ്ങൾ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. പന്നികളുടെ ഭയങ്കര ശല്യമാണ്. ഒരു ഭാഗത്ത് ഒരു കൃഷിയാണ്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് എഴുതുക. നമുക്ക് ഈ ഗേറ്റ് ഉൾപ്പെടെ, ഈ ഗേറ്റും നമ്മൾ ഡിസൈൻ ചെയ്ത ഗേറ്റാണ്. ഒന്നിനും തന്നെ വലിയ ഏതെങ്കിലും ഒരു എൻജിനീയറുടെ ഒന്നും വലിയ സഹായം നമ്മൾ തേടിയിട്ടില്ല, പുറത്തുനിന്നും ആരുടെയും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാഗപ്പിഴകളോ എന്തെങ്കിലും വരിക എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പ്ലാൻ വരെ കറക്റ്റ് ചെയ്ത് തന്ന, എൻ്റെ പ്ലാൻ എനിക്ക് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പോക്കി തന്നിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഷാജി ഖാൻ അണ്ണനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടെ കാണാൻ ചോദിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിനൊക്കെ ഇത് കണ്ടപ്പോൾ നല്ല ആശ്ചര്യമുള്ള ഒരു കൗതുകമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമായി തോന്നിയിട്ടുണ്ട്. അന്ന് കണ്ടവർക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പം ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി ഇറക്കിയ പാറ കാരണം നമുക്ക് നടന്നു ചെല്ലാനൊക്കാത്ത തരത്തിലുള്ള, എങ്ങോട്ട് പോയാലും പാറ മുട്ടുന്നൊരവസ്ഥയിൽ നിന്ന് ഒരു പാറ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. ഞാൻ ഇപ്പോൾ ഇത് വൈകിട്ട് കാണാമെങ്കിൽ ഇതിനെക്കാട്ടിലും രാത്രിയിലത്തെ ദൃശ്യമിടാം. എന്നാൽ ഇപ്പം നമുക്ക് ആ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. വെളിയിലത്തെ ലൈറ്റ് ഒരു മുമ്പേ പറഞ്ഞ പോലത്തെ ഒരു ഫീല് നമുക്ക് ലഭിക്കും. ലൈറ്റ് ഇട്ടു. എന്നാൽ ആ പകല് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് ലഭിക്കാത്തത്. രാത്രിയിലത്തെ ദൃശ്യം നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഈ ഗേറ്റ്, വീട്, അതുപോലെ നമ്മുടെ ആ ഫ്രണ്ട് വശം ഒരൽപ്പം മറ്റേ നമ്മുടെ കുടുംബ വീടുമായി ചേർന്ന് താഴോട്ടുള്ള ആ ഭാഗം വേർതിരിച്ചതും ഈ കല്ലുകൊണ്ട് തന്നെയാണ് കെട്ടി അത് തിരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കല്ല് നമുക്ക് യഥേഷ്ടം ഉണ്ടായിരുന്നു, അല്ലെ ഇറക്കിയ കല്ല് ഇതിനെല്ലാം മുഴുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നേരത്തെ പണ്ടേ ഇറക്കിയിട്ടിരുന്ന കുറേ കല്ലുകൊണ്ടാണ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്കിത്തരത്തിൽ ചെയ്യാനായിട്ട് എന്നെപ്പോലുള്ളൊരു സാധാരണ വ്യക്തിക്ക് സാധിച്ചത്. ഇച്ചിരിയും കൂടെ കാശുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പോൾ വിലയ്ക്ക് കുറച്ച് പാറ ഇറക്കാനായിട്ടൊക്കെ, ഇത് പണ്ട് എൻ്റെ പപ്പ കുറച്ച് പാറ ഇറക്കിയിട്ടിരുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം കെട്ടണം. അവിടെ അത്രയും ഭാഗം കൊണ്ട് തീർന്നു പോയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് പറയുമ്പം വലിയ എൻജിനീയറും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ തൊഴിലാളികൾ, ഇത് കെട്ടാൻ വന്ന മേശരി, അതിൻ്റെ കൂടെ വന്ന മൈക്കാട്, ഞങ്ങൾ പെയിൻ്റ് അടിക്കാൻ വന്ന ആൾക്കാർ, ഇവരെല്ലാം തന്നെ ഇവരെ എല്ലാം എൻജിനീയർമാരായി കണ്ടു എന്നുള്ളതാണ്. തൊഴിലാളികളെ നമ്മൾ അങ്ങനെ കരിവാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊന്നും ചിന്തിക്കേണ്ട. അവരെത്രയോ കാലങ്ങൾ കൊണ്ട് പണിത് അവർക്ക് അറിവും കാര്യങ്ങളും ഒക്കെയുള്ള. അപ്പോൾ നമ്മൾ പരസ്പരം ചോദിച്ചും പറഞ്ഞും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഐഡിയയ്ക്ക് പറയുകയും അവരെ കൊണ്ടത് ചെയ്യിക്കുകയും ചെയ്തപ്പോൾ നമുക്കിങ്ങനെ സുന്ദരമായൊരു ഭവനം ലഭിച്ചു. അപ്പോൾ ഇത് എനിക്ക് പണിത് തന്ന ജോൺസൺ മേശ്ശേരി, അതുപോലെ ഇതിൻ്റെ പെയിൻറ്റുകളെല്ലാം പെയിൻറ്റിങ് വർക്ക് നടത്തിയത് ജോർജ് പറങ്കിമാമ്പിള, സാൻ വയല എന്നിവരാണ്. അവരോടുള്ള നന്ദി പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഇത് കല്ല് പൊട്ടിച്ചു തന്ന ബേബി കുഞ്ഞുമോന്, അവരോടൊക്കെയുള്ള നന്ദി തീർത്താ നന്ദിയാണ്. കാരണം ഇത്തരത്തിലൊരു ഭവനം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇഞ്ചോടിഞ്ച് കൂടെ നിന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പരിഗണിച്ച് എൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ, അങ്ങനെ വേണം പറയാൻ, അല്ലാതെ വെറുതെ അല്ല, എൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഒരു പണി ഈ ഭവനത്തിലില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ വിഭാവനം ചെയ്തതുപോലെ ഞാൻ ഇരുന്ന് കണക്ക് കൂട്ടി കണ്ടെത്തിയ മാർഗത്തിലൂടെ തന്നെ മറ്റൊരാളുടെയും അഭിപ്രായമോ അവരുടെ ആശയങ്ങളോ ഇതിനകത്ത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഇരുന്ന് ചിന്തിച്ച് എടുത്ത് അവരോട് പറഞ്ഞ് അവരെ
അക്ഷരം പ്രതി അത് എനിക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടം നമുക്ക് ശരിയാക്കി തന്ന ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വേണേൽ പറയാം. മരങ്ങളും ചെടികളും ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ഈ ഭൂമി ഒരു വല്ലാത്ത ഭൂമിയായിരുന്നു. ചെളി നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു. അവിടേക്ക് കുറേ അധികം ലോഡ് മണ്ണും എല്ലാം അടിച്ചെങ്കിലും അതെല്ലാം ഒന്ന് നിരപ്പാക്കി ലഭിക്കുന്നതിന് വേണ്ടി ജോസ് പറങ്കിമാമിള എന്ന ആളാണ് ഇത് ലാൻഡ്സ്കേപ്പിംഗ് എനിക്ക് നടത്തി തന്നത്. അതുപോലെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളുമൊക്കെ വലിക്കുന്നതിനും ഈ ബൾബുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിനും ഒക്കെയായി ഇലക്ട്രീഷ്യനും പ്ലംബറുമായിട്ട് എനിക്ക് ചെയ്തു തന്നത് റെജി ഈ പാലത്തടം. റെജി എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, ജിബു ജോർജ്. അവർക്ക് അതാണ്ട് ഇത് നോക്കും, ഗ്യാസ് വെക്കാനുള്ള സംവിധാനമാണത്. ഗ്യാസിൻ്റെ വീടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗത്ത് ഇവിടെ ഗ്യാസ് എടുത്ത് വെച്ച്, അവിടെ രണ്ടിടത്തും ഗ്യാസ് എടുത്ത് വെച്ച് ആ ഗ്യാസ് തുറക്കുമ്പോൾ കൂടെ വരും, അടയ്ക്കുമ്പം അകത്തോട്ടങ്ങ് അടഞ്ഞു പോകും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. എൻ്റെ കൊച്ചതിനകത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു, അവനെ വെച്ച് അടച്ചത്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലേക്ക് പോകാം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഡില്ലാതെ വിശാലമായ അതിൻ്റെ ഇത് തള്ളി വാർത്തേക്കാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. നമുക്കതൊന്ന് കണ്ടേക്കാം. അത് ഇരുമ്പ് കൊണ്ടുള്ള ഷീറ്റ് വെച്ച് ചെയ്തേക്കുന്ന സ്റ്റെപ്പാണ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം പാറപ്പറ്റുണ്ട്. അത് നമ്മുടെ ആ താഴത്തെ ഭിത്തിയുടെ അതേ ലെവലിൽ തന്നെയാണ് പാറപ്പറ്റ് കെട്ടിയിട്ടുള്ളത്. അതും പാറയാണ്. അപ്പോൾ ഈ കിട്ടിയ പാറ നമുക്കുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടിരുന്ന കുറേ പാറയുണ്ട്. ആ പാറ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇനി അവിടെ ഒരു തുള്ളി പാറ പോലും ശേഷിക്കാത്ത തരത്തിലേക്ക് നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാറപ്പറ്റിന് പുറമെ ഇവിടെ കൊച്ചുങ്ങളെങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഗ്രില്ലും നമ്മൾ ഒരു സംരക്ഷണ വേലിയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ വീടിനുള്ള ഒരു അധികത്തിലുണ്ടായ ഒരു പണി എന്ന് പറയുന്നത് അത് മാത്രമാണ്. പാറപ്പറ്റൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അതുകൂടെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിവിശാലമായ ഒരു ടെറസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു ഭവനം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോ അത് കമൻ്റ് ഇടണം. ഇത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് വാക്കുകൾ കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ അതിനകത്ത് വിശദമായി കിട്ടും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് SK ട്യൂട്ടോറിയൽ ഏനാത്ത് എന്നാണ്. SK ട്യൂട്ടോറിയൽ ഏനാത്ത്. ഹെറിറ്റേജ് കൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഞാനതിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ SK ട്യൂട്ടോറിയൽ ഏനാത്ത് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ലഭിക്കും. എൻ്റെ ഫോൺ നമ്പർ 9745577360 9745557730. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ കാരണം പറയണം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഞാൻ തരുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 4 വർഷത്തോളം എടുത്താണ് നമ്മളിത് പണി പൂർത്തീകരിച്ചത്. ഞാൻ ജോലിക്ക് പോവാത്ത ദിവസങ്ങളിലാണ് പണി. അപ്പോൾ ആ ദിവസം മേശിരി വരും, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്നാണ് പണിത്. ഇതിൻ്റെ ഇടയ്ക്കൊരു 10-11 മാസം മേശരിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് നിർത്തിവെച്ചു. അങ്ങനെയൊക്കെ ആയെങ്കിലും ശരി തന്നെ അതിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആ ഒരേ ഒരു മേശരിയുടെ കഴിവ് കൊണ്ട് മാത്രം നമ്മൾ ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചെടുത്തതാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ച, എൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച എൻ്റെ എല്ലാ തൊഴിലാളികൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നോക്കും, ആ താഴെ ഇൻ്റർലോക്ക് ഇടണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇൻ്റർലോക്ക് ഇടാനുള്ളൊരു സംവിധാനമില്ലാതെ പോയി. ആ 3 സ്റ്റെപ്പുകളുടെ അകലം നമുക്ക് കിട്ടാതെ പോകും. ലാഭം നഷ്ടം ലാഭം എന്ന തരത്തിലാണല്ലോ ഇത് മുമ്പോട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ തരത്തിൽ ആവാതെ കണ്ട്
അപ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് കോൺക്രീറ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട്. അത്തരത്തിൽ എൻ്റെ ഒരു ആഗ്രഹം ചുറ്റും അങ്ങനെ തന്നെ കോൺക്രീറ്റ് ഇട്ട് കിട്ടണമെന്നുള്ളത്. ഒന്നാമത് വെള്ളം പോകുന്ന താഴ്ന്ന ഭാഗമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലേക്ക് ഇട്ട് ഏവർക്കും ഇത് കണ്ട എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇച്ചിരി ദീർഘമായ വീഡിയോ ആണ്, എന്നിരുന്നാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദിയുണ്ട്. എല്ലാ